കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് ശത്രുക്കളെ നേരിടാനായി സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും വിപുലമായ ഒരു പദ്ധതിയുമായി ഭീകര സംഘടനയായ ജെയ്ഷെ മുഹമ്മദ് എത്തിയത്. ജെയ്ഷെ മുഹമ്മദ് തലവൻ മസൂദ് അസ്ഹർ ഇതിനൊരു പേരും ഇട്ടുകൊടുത്തിരുന്നു: ജമാഅത്തെ ഉൽ മോമിനത്ത്. ഇപ്പോഴിതാ ആ വനിതാ വിഭാഗത്തിൽ 5000-ലധികം സ്ത്രീകളെ റിക്രൂട്ട് ചെയ്തതായുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. വലിയ തോതിലുള്ള റിക്രൂട്ട്മെന്റ് നടന്നതായാണ് ജെയ്ഷെ തലവൻ മസൂദ് അവകാശപ്പെടുന്നത്. ഇവരെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കാനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്നും റിക്രൂട്ട്മെന്റും പരിശീലനവും സുഗമമാക്കുന്നതിന് പാക് അധിനിവേശ കാശ്മീരിൽ ജില്ലാ തലത്തിലുള്ള സംഘടനകൾ സ്ഥാപിക്കാനും മസൂദ് അസ്ഹർ ആഹ്വാനം ചെയ്തു. ഓരോ ജില്ലയ്ക്കും വനിതാ മേധാവി അഥവാ മുന്തസിമ നയിക്കുന്ന ഒരു പ്രത്യേക ആസ്ഥാനമുണ്ടാകും. ഗ്രൂപ്പിൽ ചേർന്ന പല സ്ത്രീകളും ജമാഅത്തെ ഉൽ മോമിനാത്തിൽ അംഗമായതിലൂടെ തങ്ങൾക്ക് ഒരു ലക്ഷ്യബോധം ഉണ്ടാക്കുകയും അവരുടെ വിശ്വാസം ശക്തമാക്കുകയും ചെയ്തുവെന്ന് പറഞ്ഞതായി മസൂദ് അസ്ഹറിന്റെ പോസ്റ്റിൽ അവകാശപ്പെട്ടിരുന്നു. എന്തൊക്കെയാണ് ജമാഅത്തെ ഉൽ മോമിനത്ത് എന്ന ഭീകര സംഘടന ഉയർത്തുന്ന വെല്ലുവിളികൾ? പരിശോധിക്കാം. ഞാൻ അമ്മു. ജെയ്ഷെയുടെ ശത്രുക്കളെ നേരിടാൻ സ്ത്രീകളെ റിക്രൂട്ട് ചെയ്യാനും പരിശീലിപ്പിക്കാനും വിന്യസിക്കാനുമുള്ള ഒരു വിശദമായ പദ്ധതി ആവിഷ്കരിക്കുന്നതായുള്ള മസൂദ് അസ്ഹറിന്റെ ഓഡിയോ സന്ദേശം കഴിഞ്ഞ ഒക്ടോബറിലാണ് പുറത്തു വന്നത്. സംഘടനയുടെ ഭാഗമാകുന്ന ഏത് സ്ത്രീയും മരണശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്നും മസൂദ് അസ്ഹർ അന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തിരുന്നു. ഒക്ടോബർ 8-ന് ജെയ്ഷെ ആസ്ഥാനത്ത് ആരംഭിച്ച സംഘടനയിൽ പാകിസ്ഥാനിലെ ബഹവൽപൂർ, മുൽട്ടാൻ, സിയാൽകോട്ട്, കറാച്ചി, മുസഫറാബാദ്, കോട്ട്ലി എന്നിവിടങ്ങളിൽ നിന്നുള്ള സ്ത്രീകളാണ് നിലവിൽ അംഗങ്ങളായത്. മസൂദ് അസ്ഹറിന്റെ സഹോദരി സാദിയയാണ് ജമാഅത്തെ ഉൽ മോമിനാത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ധൂറിലാണ് സാദിയയുടെ ഭർത്താവ് യൂസഫ് അസ്ഹർ കൊല്ലപ്പെട്ടത്. ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട പുൽവാമ ഭീകരാക്രമണത്തിന്റെ പ്രധാന സൂത്രധാരൻ ഉമർ ഫറൂഖിന്റെ ഭാര്യ ആഫിറയും ഭീകരവിഭാഗത്തിലെ മറ്റൊരു പ്രധാന മുഖമായി അറിയപ്പെടുന്നുണ്ട്. നേരത്തെ സംഘടന ആരംഭിച്ചപ്പോൾ വനിതാ വിഭാഗത്തിലെ അംഗങ്ങളെ ജെയ്ഷിന്റെ പുരുഷ അംഗങ്ങളെ പരിശീലിപ്പിക്കുന്നത് പോലെ തന്നെ പരിശീലിപ്പിക്കുമെന്നും അസ്ഹർ പറഞ്ഞിരുന്നു. വനിതകൾക്ക് ഓൺലൈനായാണ് ഇതിൽ പരിശീലനം നൽകുന്നത്. 40 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലാസ്സിനായി 500 രൂപയാണ് ഫീസ് നൽകേണ്ടത്. IS, ഹമാസ്, LTTE തുടങ്ങിയ സംഘടനകളെ പോലെ സ്ത്രീകളെ പരിശീലിപ്പിച്ച് ചാവേർ ആക്രമണങ്ങൾ നടത്താൻ തയ്യാറാക്കുക എന്നതാണ് പ്രധാന ലക്ഷ്യം. പുരുഷ അംഗങ്ങൾ 15 ദിവസത്തെ ധൗര എസബിയത്ത് കോഴ്സിന് വിധേയരാകുന്നത് പോലെ തന്നെ ധൗര ഇദസ്കിയ എന്ന പേരിൽ 15 ദിവസത്തെ ഒരു ഇൻഡക്ഷൻ കോഴ്സ് ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. പരിചയമില്ലാത്ത ഒരു പുരുഷനുമായും സംസാരിക്കരുത് എന്നതുൾപ്പെടെ വനിതകൾക്ക് കർശന നിയന്ത്രണങ്ങളും അംഗത്വത്തിന്റെ ഭാഗമായി വരുന്നുണ്ട്. ഭർത്താവിനോടല്ലാതെ മറ്റാരോടും സംസാരിക്കാൻ സംഘടന താൽപ്പര്യപ്പെടുന്നില്ല എന്നതാണ് വാസ്തവം. ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങിന്റെ രൂപീകരണം പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളിൽ ഉണ്ടാവുന്ന ശ്രദ്ധേയമായ മാറ്റമാണ് സൂചിപ്പിക്കുന്നത്. തീവ്രവാദ സംഘടനകളുടെ തന്ത്രപരമായ മാറ്റങ്ങൾ പ്രതിഫലിപ്പിച്ചുകൊണ്ട് തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സ്ത്രീകൾ പുതിയ മുഖങ്ങളായി ഉയർന്നു വരുന്നുവെന്ന് വിശകലന വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുമുണ്ട്. സംഘടനയിൽ ചേരുന്ന ഏതൊരു സ്ത്രീയും മരണശേഷം നേരിട്ട് സ്വർഗത്തിലേക്ക് പോകുമെന്ന മസൂദിന്റെ ആ ഉറപ്പ് അന്ന് പ്രധാന വാർത്തയായും വന്നിരുന്നു. ജെയ്ഷിന്റെ ശത്രുക്കൾ ഹിന്ദു സ്ത്രീകളെ സൈന്യത്തിൽ ചേർക്കുകയും വനിതാ മാധ്യമ പ്രവർത്തകരെ നമുക്കെതിരെ അണിനിരത്തുകയും ചെയ്തിരിക്കുന്നുവെന്നും പ്രസംഗത്തിൽ അസ്ഹർ അന്ന് ആരോപിച്ചിരുന്നു. കഴിഞ്ഞ മാസം ഡൽഹിയിൽ നടന്ന ചെങ്കോട്ട കാർ സ്ഫോടനത്തിന് പിന്നാലെയാണ് ജമാഅത്തെ ഉൽ മോമിനാത്ത് എന്ന വനിതാ വിഭാഗത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ വൻ വാർത്തയായി മാറിയത്. ഫരീദാബാദിൽ സ്ഫോടക വസ്തുക്കൾ പിടിച്ചെടുത്തതിന് പിന്നാലെ അറസ്റ്റിലായ ഡോക്ടർ ഷഹീൻ സയ്യിദും ജെയ്ഷെ വനിതാ വിഭാഗവുമായി ബന്ധമുണ്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ അന്ന് കണ്ടെത്തിയിരുന്നു. 2001-ലെ പാർലമെന്റ് ആക്രമണം, 2008-ലെ മുംബൈ ആക്രമണം, 2016-ലെ പത്താൻകോട്ട് വ്യോമതാവള ആക്രമണം, 2019-ലെ പുൽവാമ ആക്രമണം തുടങ്ങി ഇന്ത്യയെ ഉലച്ച വിവിധ ആക്രമണങ്ങൾക്ക് പിന്നിൽ ജെയ്ഷെ മുഹമ്മദിന്റെ കരങ്ങളുണ്ടായിരുന്നു. ഈ പട്ടികയിലേക്കാണ് ഡൽഹി സ്ഫോടനവും കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1994-ൽ കാശ്മീരിലെ ഖനബാലിൽ അറസ്റ്റിലായി ജമ്മുവിലെ കോട്ട് ബൽവാർ ജയിലിൽ പാർപ്പിച്ചിരുന്ന മസൂദ് അസ്ഹറിനെ മോചിപ്പിക്കുന്നതിനാണ് 1999-ൽ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിൽ ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. ഈ പട്ടികയിലേക്കാണ് ഡൽഹി സ്ഫോടനവും കൂട്ടിച്ചേർക്കപ്പെട്ടത്. 1994-ൽ കാശ്മീരിലെ ഖനബാലിൽ അറസ്റ്റിലായി ജമ്മുവിലെ കോട്ട് ബൽവാർ ജയിലിൽ പാർപ്പിച്ചിരുന്ന മസൂദ് അസ്ഹറിനെ മോചിപ്പിക്കുന്നതിനാണ് 1999-ൽ ഇന്ത്യൻ വിമാനം കാണ്ഡഹാറിലേക്ക് ഭീകരർ തട്ടിക്കൊണ്ടുപോയത്. അന്ന് ഇന്ത്യ വിട്ടുകൊടുത്ത മസൂദ് അസ്ഹർ പാകിസ്ഥാനിൽ ജന്മസ്ഥലമായ ബഹാവൽപൂരിൽ
തിരിച്ചെത്തി ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു. എന്നാൽ പഹൽഗാം ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി കഴിഞ്ഞ മെയിൽ ഇന്ത്യ നടത്തിയ ഓപ്പറേഷൻ സിന്ദൂരിൽ ജെയ്ഷെ മുഹമ്മദിന് കനത്ത നാശം നേരിട്ടിരുന്നു. മസൂദ് അസ്ഹറിന്റെ സഹോദരൻ യൂസഫ് അസ്ഹർ ഉൾപ്പെടെയുള്ള ജെയ്ഷെ ഭീകരർ കൊല്ലപ്പെട്ടു. പാക് അധീന കാശ്മീരിലും പാകിസ്ഥാനിലുമുള്ള ജെയ്ഷെ ഭീകര കേന്ദ്രങ്ങൾ ഇന്ത്യൻ സൈന്യം തകർത്തു. എന്നാൽ മാസങ്ങൾക്ക് ശേഷം ജെയ്ഷെ വീണ്ടും പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിന്റെ സൂചനയാണ് ഡൽഹി ആക്രമണമെന്നാണ് നിഗമനം. സെപ്റ്റംബർ മുതൽ ജമ്മു കാശ്മീരിൽ നുഴഞ്ഞുകയറ്റം വർദ്ധിച്ചതായി ഇന്റലിജൻസ് റിപ്പോർട്ടുമുണ്ടായിരുന്നു. ജെയ്ഷെയ്ക്ക് എല്ലാ കാലത്തും പാകിസ്ഥാൻ സൈന്യത്തിന്റെയും ISIയുടെയും പിന്തുണയുമുണ്ട്. പാക് പിന്തുണയോടെയുള്ള ഭീകരപ്രവർത്തനം എന്ന ആരോപണം ഉയർന്നതോടെ 2002 പാകിസ്ഥാൻ ഔദ്യോഗികമായി ജെയ്ഷെ മുഹമ്മദിനെ നിരോധിച്ചു. സംഘടനയുടെ നേതാക്കളിൽ പലരും അറസ്റ്റിലായി. എന്നാൽ ഇവരെല്ലാം പിന്നീട് മോചിപ്പിക്കപ്പെടുകയും ഭീകരപ്രവർത്തനം തുടരുകയും ചെയ്തു. അതിനാൽ തന്നെ ജെയ്ഷെയുടെ ചാവേർ പടയാകാൻ 5000-ലധികം വനിതകൾ എത്തുന്നത് ഇന്ത്യക്കും വൻ ആശങ്ക തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്.